ചില പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി ലഭിച്ചിട്ടുണ്ട്, ചില പ്രാർത്ഥനകൾക്ക് താമസിച്ച് മറുപടി ലഭിച്ചിട്ടുണ്ട്, ചില പ്രാർത്ഥനകൾക്ക് ചോദിച്ചത് കിട്ടിയിട്ടില്ല, ഇല്ല എന്ന മറുപടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ല എന്ന മറുപടി ലഭിച്ചാലും എൻ്റെ ദൈവം തരത്തില്ലെന്ന് പറഞ്ഞാൽ വേറെ ആർക്കും തരാൻ പറ്റത്തില്ല. കർത്താവിനോട് പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, വേറൊരാളോട് പ്രാർത്ഥിച്ചു വാങ്ങാം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചിന്ത അസ്ഥാനത്താണ്, അപ്രയോജനമാണ്. നിങ്ങളുടെ ചിന്ത ഫലിക്കത്തില്ല. എൻ്റെ കർത്താവ് ഒരു വാതിൽ അടച്ചാൽ ആരും തുറക്കില്ല, എൻ്റെ കർത്താവ് തുറന്നാൽ ആരും അടയ്ക്കില്ല. സർവത്തിൻ്റെയും താക്കോലുള്ളവൻ നമ്മുടെ കർത്താവാണ്, സർവ അധികാരി നമ്മുടെ കർത്താവാണ്. ഒരുപാട് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു നോക്കി, എങ്കിലും കിട്ടിയില്ല, അതുകൊണ്ട് വേറെ വല്ലവരെയും വിളിച്ചാലോ എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയെങ്കിൽ നിങ്ങൾ തോറ്റുപോയി. അത് ഫലമില്ലാത്ത വിളിയായി മാറും, അത് പ്രയോജനമില്ലാത്ത വിളിയായി മാറും. ചിലപ്പോൾ നാം നിരപ്പ് പ്രാപിക്കേണ്ടതിന് കാലതാമസം വരും. ആമേൻ. ചിലപ്പോൾ നമുക്ക് ആമേൻ ശരിയായ സമയത്ത്, നമ്മുടെ ദൈവം തക്ക സമയത്ത് വന്ന് വിടുവിക്കുന്ന ദൈവമാണ്. ചോദിച്ച ഉടനെ എന്ന് പറയാൻ പാടില്ല, നാം വിചാരിക്കുന്ന വഴികളിൽ എന്ന് പറയാൻ പാടില്ല. നിങ്ങളുടെ ചിന്തയല്ല എൻ്റെ ചിന്ത, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. കർത്താവ് പറയുന്നു, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാളും വേറെ. നിങ്ങൾ വിചാരിക്കും ഈ വഴിയേ വരും, കർത്താവ് പറയും ഇല്ല, എൻ്റെ വഴി വേറെയാണ്. നീ വരാൻ സാധ്യത ഉള്ള വഴിയെ ചിന്തിക്കും, പക്ഷെ നമ്മുടെ ദൈവം അസാധ്യമായ വഴികളെ ചിന്തിക്കും. വരാൻ സാധ്യതയുള്ള വഴിയിൽ വരുന്നതൊന്നും അത് അത്ഭുതമല്ല, ആമേൻ. പക്ഷെ അസാധ്യമായ ഇടങ്ങളിൽ നിന്ന് വരുന്നതാണ് അത്ഭുതകരമായത്.